എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹോം ടൂറാണ് ഗൈസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് വീടിൻ്റെ പാലേച്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈ ഒരു വീടിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അന്ന് വീടിന് പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ പൂർത്തീകരിച്ച് വീടിൻ്റെ പാലേച്ചും കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാസം 11-ാം തീയതി ആയിരുന്നു പാലേച്ച്. ഇപ്പോൾ എല്ലാവരും ഒന്നും വിളിക്കാനൊന്നും പറ്റിയില്ല. ചെറിയ ആഘോഷമായിരുന്നു ഗൈസ്, അതുകൊണ്ട് എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് ഈ വീട് ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോ ഇതിന് മുമ്പുള്ള എങ്ങനെയായിരുന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ വീടിൻ്റെ സിറ്റായിട്ടാണ് കേട്ടോ. എന്താണ് പറയുക, 512 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ചെറിയൊരു വീടാണ്. വീണ്ടും എടുത്ത് പറയേണ്ടിയില്ലല്ലേ. അപ്പോൾ ഈ ഒരു വീട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹാളിലേക്ക് പോയാലോ. നമ്മുടെ വീടിൻ്റെ ഹോം ടൂറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പാലയാച്ചൻ്റെ ദിവസം നടന്ന ചടങ്ങുകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് പതിയെ വീടിലേക്ക് പോകാം. രാവിലെ 6:40-നും 6:20-നും ഉള്ളിലായിരുന്നു നമ്മളുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷമുള്ള നമ്മളുടെ വലിയൊരു ഡ്രീമായിരുന്നു. അതായത് എല്ലാവരെയും കിട്ടും കൂടുതൽ അമ്മയ്ക്കായിരുന്നു ഒരുപാട് ആഗ്രഹം വീടൊക്കെ വെക്കണമെന്ന്. ആ ആഗ്രഹം എന്തായാലും സഫലമായിരിക്കുകയാണ്. निर्विघ्नं कुरु मे देवा सर्वकार्येषु ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വൈറ്റ് നിറത്തിലും പിന്നെ പച്ച നിറമാണ് നമ്മൾ ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ വേണ്ടി ഓറഞ്ച് നിറവും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. ഇതാണ് നമ്മുടെ ഹാള്, ചെറിയ ഹാളാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ 512 സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ വീടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളൊരു കോർണർ സെറ്റ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിപ്പം പുതിയതായിട്ട് മേടിച്ചതാണ്. പിന്നെ നമ്മൾ ഈ ഹാളിൽ ബ്ലൈൻഡ്സ് കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഒരു കോഫി ബ്രൗൺ പോലൊരു കളറാണ് ഗൈസ്. രണ്ട് വശത്തായിട്ട് രണ്ട് പാളിയുടെ ജനൽപ്പാളിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നീട് ഇതൊക്കെയാണ് ഈ ഒരു ഹാളിൽ ചെറുത്. ഇവിടെയാണ് TV ഫിറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്, ഒന്നിതും. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം നമുക്കിത് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബെഡ്റൂമിലുള്ളത്. ഇവിടെ കറക്റ്റുണ്ട്, അവിടെ കറക്റ്റുണ്ട്. പിന്നെ നമ്മുടെ ബെഡ് ഇതാണ്. അപ്പോൾ ഇതാണ് ഏകദേശം 10x10 ഒരു റൂമാണ്.
ഇതിനകത്ത് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫിത്തിലെല്ലാം പുട്ടിയിട്ടുണ്ട്, വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. വെള്ള പെയിൻ്റല്ല, പ്രൈമറാണ് ചെയ്തിരിക്കുന്നത്, പുട്ടിയിട്ടേക്കാണ്. അതാണ് ഇത്ര ഫിനിഷിംഗ് ഉള്ളത്. അപ്പോൾ എല്ലാ റൂമിലൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഫ്രണ്ട് സിറ്റ് ഔട്ടിലും ഇട്ടിട്ടുണ്ട്, പിന്നെ ഈ റൂമിലും ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലായിടത്തും ഉള്ള പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ ഈ ബെഡ്റൂമിൽ ഒരു അലമാരയുണ്ട്, അതുപോലെ തന്നെ ബെഡുണ്ട്. ഇതും അപ്പുറത്തെ നമ്മൾ ആദ്യം കാണിച്ച ബെഡ്റൂമും ഒരേ സൈസ് തന്നെയാണ്, ഏകദേശം ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ എന്താണ്, അവിടെ ഇട്ടിരിക്കുന്ന സെയിം കർട്ടൻ തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. 2 പാളി ജനലും 3 പാളി ജനലുമാണ് ഈ റൂമിനുള്ളത്. അളവിൽ മാത്രമേ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ അപ്പുറത്തെ റൂമിൽ കാണിച്ച പോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. കോമൺ ബാത്റൂമാണ് കേട്ടോ, അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നുമില്ല റൂമിൽ. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നില്ല, ഇതിനകത്ത് മൊത്തം സാധനങ്ങളായിരിക്കും, അതുകൊണ്ട് തുറന്ന് കാണിക്കുന്നില്ല. മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനിഷ് ആയിട്ടില്ല ആ ഒരു ബാത്റൂം. പിന്നെ ഇതാണ് കിച്ചൺ. നമ്മൾ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയുള്ള സ്പേസാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാസ് വെക്കാൻ വേണ്ടിയുള്ള നമ്മൾ പ്രത്യേകം പണിയിച്ചതാണ്. പിന്നീട് നമ്മുടെ ഫ്രിഡ്ജൊക്കെയാണ് ഈ സൈഡ് വെച്ചിരിക്കുന്നത്. പിന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കാണുന്നില്ല, ഫുള്ള് സാധനങ്ങളാണ്, പാചകം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മളുടെ വീടിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്.